ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഏത് രീതിയിലാണ്. ആ ഒരു കാര്യത്തിന്മേൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ തമ്മിൽ ഒരു ലെസ് കോണ്ടാക്ട് ആയിട്ട് നിൽക്കുന്ന എനർജിയും ആയിക്കൊള്ളട്ടെ. അപ്പൊ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ നിന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു ആക്ഷൻ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ചിലപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമായിരിക്കാം. അവരിൽ നിന്ന് ഒരു കോണ്ടാക്ട്, ഒരു റീയൂണിയൻ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ എന്തെങ്കിലും ഒരു ആക്ഷൻ ആയിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, എന്തായിരിക്കും അത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. അതിനുശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർക്കുക. പോസിറ്റീവായിട്ട് മാത്രം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളായിരിക്കാം റെസനേറ്റ് ആകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. എൻ്റെ അടുത്ത് നിന്ന് റീഡിംഗ് എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിങ്ങിന്റെ സ്പ്രെഡ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഏത് രീതിയിലാണെന്ന് നോക്കുമ്പോൾ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് 4 ഓഫ് സോൾസിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു റെസ്റ്റിംഗ് പീരീഡ് ആണ്, അതായത് റെസ്റ്റിംഗ് കാർഡ് ആണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിന്ന് പോയിരിക്കുന്ന ഒരു ബന്ധമായിട്ട് തന്നെയാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു പൂർണ്ണമായിട്ടും ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. കുറേ നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഇല്ലാതെ നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ റീസൺ ആയിട്ട് നമുക്കിവിടെ നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് സോൾസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ചീറ്റിംഗ് നേരിട്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഒരു തേർഡ് പാർട്ടി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളെ അതിവിദഗ്ധമായിട്ട് തന്നെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇറങ്ങി പോയിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു തേർഡ് സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്തും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്തും ഒക്കെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ കുറേ അധികം സോറി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഉണ്ടായിരിക്കാം. ഇവർ ഇനി അത് റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അതൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു സമയത്ത് ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. കാരണം നിങ്ങൾ അത്രത്തോളം വിശ്വസിച്ച വ്യക്തികളായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധത്തിലെ ഈ ഒരു തേർഡ് സിറ്റുവേഷനെ നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നതൊക്കെ ഒരു പ്രാവശ്യം ആയിരിക്കില്ല. റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരുപാട് ചീറ്റിംഗ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന വ്യക്തികളും ഇതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ അത്രത്തോളം പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി ഒരിക്കലും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് ഒരു ടൈം ഓഫ് പീരീഡ് നിങ്ങൾക്കൊന്ന് ഹീൽ ആവാൻ വേണം എന്നൊരു ചിന്ത നിങ്ങളിൽ വന്നത് കൊണ്ടിട്ടും നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇവരായിട്ട് തന്നെ നിങ്ങളെ ഇട്ടിട്ട് പോയതും ആയിരിക്കും. അപ്പൊ ആ ഒരു പല സിറ്റുവേഷനിലായിരിക്കും ഇപ്പൊ നിങ്ങളുടെ ബന്ധം നിൽക്കുന്നത്. അപ്പൊ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും വീണ്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. ഏത് രീതിയിൽ ഇവർ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സത്യസന്ധമായ സ്നേഹം നിങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ട് ഈ ഒരു യൂണിവേഴ്സിൽ നിന്നും അവരത് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ അങ്ങനത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു കേസിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ഒരുപാട് കുറ്റബോധം ഉള്ളതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കുറ്റബോധം എന്ന് പറയുമ്പോൾ താൻ ചെയ്ത പ്രവർത്തികൾ കുറച്ച് കൂടുതലായി പോയിരുന്നു എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ എന്തായാലും ഇപ്പോൾ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. ഇവർ ഏത് സിറ്റുവേഷനിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും പോയിരിക്കുന്നത്. പക്ഷേ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് ഇവർക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. സാഹചര്യത്തിന്റെ പല പ്രശ്നങ്ങൾ കൊണ്ടിട്ട് ഇവർ പോയി എന്നുള്ളൊരു ന്യായമാണ് ഇവരുടെ ഭാഗത്തുള്ളത്.
പക്ഷെ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഇപ്പൊ ഇതിനകത്ത് ഉണ്ടായ സ്ഥിതിക്ക് ഇവർക്ക് എന്തായാലും ആ ഒരു തേർഡ് സിറ്റുവേഷനോട് യാതൊരുവിധ താല്പര്യവും ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർ അവിടെ എന്തായാലും അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുമില്ല. അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പല രീതിയിൽ പോയിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഇപ്പൊ അവർക്ക് അതിൽ ഒരുപാട് കുറ്റബോധവും കാര്യങ്ങളും ഒക്കെ തന്നെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിനെ നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് വേണം എന്നൊരു ചിന്ത തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ ഉള്ളതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ തീവ്രത, നിങ്ങളുടെ ആ ഒരു ഡെപ്ത്, റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്, ഇതൊന്നും അവർക്ക് ആ ഒരു തേർഡ് സിറ്റുവേഷനിൽ നിന്നോ മറ്റോ ഒന്നും ആഗ്രഹിക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തികളുടെ എനർജി നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇവരുടെ ഒരു മെന്റാലിറ്റി, അതുപോലെ തന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്നത് മാത്രമല്ല, അല്ലാതെ മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് തേർഡ് സിറ്റുവേഷൻ ആയിട്ട് എടുക്കാവുന്നതാണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മാത്രമല്ല അതിൽ വരുന്നത്. ഫാമിലി എനർജി വരാം, റിലേഷൻഷിപ്പ് വരാം, അതുപോലെ ഇമോഷൻസ് വരാം. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണോ തേർഡ് സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടൈമിൽ ഇവർക്ക് ഈ ഒരു ചിന്തകള് എല്ലാം ഇവരുടെ മൈൻഡിലേക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു സ്നേഹവുമായിട്ട് തിരികെ വരണമെന്ന് ഇവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെ കാണുന്നത്. ആദ്യകാലങ്ങളിൽ നിങ്ങളോട് എല്ലാ രീതിക്കും സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് നിങ്ങൾ അത്രത്തോളം കെയർ ചെയ്തിരുന്ന വ്യക്തികളാണ് ഇവരെന്നുണ്ടെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ, ഇവരുടെ ബന്ധത്തിൽ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മറ്റൊരു പേഴ്സൺ അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻ കടന്നു വന്നപ്പോൾ നിങ്ങളോടുള്ള സ്നേഹവും കെയറിങ്ങും എല്ലാം ഇവർക്ക് വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ ഒരു കുറ്റബോധവും അവരുടെ മൈൻഡിൽ ഇപ്പൊ ഉള്ളതായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങളോട് ആ അർഹമായ സ്നേഹം നിങ്ങൾക്ക് പ്രകടിതമായിട്ട് തന്നെ നൽകണം. നിങ്ങളെ ഏറ്റവും നന്നായിട്ട് തന്നെ ചേർത്ത് നിർത്തണം, ടേക്ക് കെയർ ചെയ്യണം. ഈ ഒരു ബന്ധത്തിനെ എന്നേക്കും വിട്ടു പോകാത്ത രീതിയിൽ ഒരു മുത്തുപോലെ സൂക്ഷിക്കണം എന്നൊക്കെ തന്നെ അവരുടെ മൈൻഡിൽ ഇപ്പോൾ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് അവർ ആഗ്രഹിക്കുന്നത് ബുദ്ധിപൂർവമായ ഒരു തുടക്കമാവണം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇനി വേണ്ടത്. ബുദ്ധിപൂർവം എന്ന് പറയുമ്പോഴേക്കും അവർ ചിന്തിക്കുന്നത് എന്തൊക്കെ രീതിയിലാണോ അവർക്ക് തെറ്റ് പറ്റിയിരിക്കുന്നത് ആ ഒരു തെറ്റുകളെല്ലാം നിങ്ങളോട് ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെ, നിങ്ങളുടെ അടുത്ത് ഒരു അപ്പോളജി ചെയ്തുകൊണ്ട് തന്നെ, ഒരു സ്നേഹം, നിങ്ങൾക്ക് അർഹമായ എല്ലാ സ്നേഹവും നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് തന്നെ ഇതിനൊരു തുടക്കം വേണം. അതിന് വേണ്ടിയിട്ട് അവർ ആദ്യമേ തന്നെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുമായിട്ട് ഏറ്റവും ആഗ്രഹിക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും ഫോൺസ് ആണ് വന്നിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തണം. ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു ചീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന എനർജിയാണ് കാണുന്നത്. എത്രത്തോളം ഇവര് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു ഭയം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവർ ഇനിയും അത് റിപ്പീറ്റ് ചെയ്യുമോ എന്നൊരു ഭയം നിങ്ങളിൽ ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു നല്ല രീതിയിൽ മനസ്സിലാക്കിയ വ്യക്തികൾ തന്നെയാണ് ഇവർ. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇവർക്കും ആ ഒരു ചിന്ത വന്നിരിക്കുന്നത്. നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് ഇനി തിരികെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് ബാധിച്ചേക്കാം എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. കാരണം അവരാണല്ലോ തെറ്റ് ഇത്രയും ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ കാഠിന്യവും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തി എല്ലാവിധ തെറ്റിദ്ധാരണകളും നിങ്ങൾക്കിടയിൽ നിന്ന് മായ്ച്ചു കളഞ്ഞതിന് ശേഷം ഒരു ബുദ്ധിപൂർവമായ തുടക്കം എടുത്ത് നിങ്ങളുടെ സ്നേഹം, നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം പ്രകടിതമായിട്ട് തന്നെ നൽകിക്കൊണ്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നതും. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എത്രത്തോളം നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും, അതിപ്പോൾ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും, ഫാമിലി ആണ് തേർഡ് പാർട്ടി എന്നുണ്ടെങ്കിലും, മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഇമോഷൻസോ എന്ത് തന്നെയാണെങ്കിലും അവരവിടെ ഒട്ടും ഹാപ്പി അല്ല എന്ന് മാത്രമല്ല, അവർക്ക് അവിടെ നിൽക്കാൻ യാതൊരു താല്പര്യവും ഇല്ലാത്ത എനർജി തന്നെ കാണുന്നത്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് തന്നെ എയ്റ്റ് ഓഫ് കപ്സ് ആണ്. തിരിഞ്ഞു നടക്കുകയാണ് അവർ. അവരുടേതായ സ്വാർത്ഥമായ ആഗ്രഹം, അത് സ്വാർത്ഥമായ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എനർജിയിൽ അവരുടെ ഇപ്പോഴത്തെ സ്വാർത്ഥമായ ആഗ്രഹം നിങ്ങൾ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു സ്വാർത്ഥമായിട്ടുള്ള ആഗ്രഹവും നിങ്ങളെ നേടുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യവും. കിങ് ഓഫ് കപ്സ് ആണ് ആ ഒരു എനർജി എന്ന് പറയുന്നത്. അത്രത്തോളം ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ട് ആ ഒരു സ്നേഹം പൂർണ്ണമായിട്ടും വേണം അല്ലെങ്കിൽ നേടണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു രാജാവിന്റെ എനർജിയാണ്. അതിന് വേണ്ടിയിട്ട് അതായത് നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് രീതിയിലും ഫൈറ്റ് ചെയ്യാനായിട്ട് ഇവർ തയ്യാറെടുത്ത് തന്നെ നിൽക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ടേക്ക് പോകവേ ഇവർ പല രീതിയിലുള്ള ഫ്ലേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന വ്യക്തികളായിരിക്കും. ചിലപ്പോൾ ചിലവരുടെ കേസിൽ നിങ്ങൾ ചിലതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചിട്ടുള്ളവരും ഉണ്ടായിരിക്കും. ഇവരൊരു എന്താ പറയാ, എല്ലാവരോടും ഭയങ്കര social ആയിട്ട് ഇടപെടുന്നു, എല്ലാവരോടും ഭയങ്കരമായിട്ട് തമാശ പറയുന്നു, സ്നേഹം കാണിക്കുന്നു, എല്ലാവരിൽ നിന്നും പെട്ടെന്ന് ഒരു attraction പിടിച്ചു പറ്റുന്ന വ്യക്തികളായിരിക്കും ഇവര്. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം അറിയുകയും ചെയ്യാം. പക്ഷെ ഒരു ലിമിറ്റ് വിട്ടിട്ട് ഒരിക്കലും പോകില്ല എന്നൊരു വിശ്വാസമായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. കാരണം അത്രത്തോളം നിങ്ങളുടെ അടുത്തേക്കും ഭയങ്കര സ്നേഹമാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. ചെറിയ ചെറിയ ഗ്യാപ്പുകൾ വന്നത് മുതലാണ് നിങ്ങൾ അവരെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്.
ആദ്യകാലങ്ങളിലൊന്നും തന്നെ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുകയില്ല. അപ്പൊ നിങ്ങളത് നോട്ടീസ് ചെയ്യാനായിട്ട് എപ്പോഴാണോ തുടങ്ങിയിരിക്കുന്നത് അപ്പം മുതലാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു കാഠിന്യം മനസ്സിലായത്. അതായിരിക്കാം നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പക്ഷെ ഇവർക്ക് ഒരിക്കലും നിങ്ങളില്ലാതെ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് അവരുടെ ജീവിതം മുന്നോട്ടേക്ക് ഒന്നും കൊണ്ടുപോകാനായിട്ട് യാതൊരുവിധ ആഗ്രഹവും ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു ഇതില്ല, ഒരു സ്ട്രെങ്ത് ഇല്ല. പുറമേ കാണിക്കുന്ന ആ ഒരു ധൈര്യവും കാര്യങ്ങളും ഒന്നും ഇവരുടെ ഉള്ളുകൊണ്ട് ഇവർക്കില്ല. നിങ്ങളുടെ അടുത്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നിൽക്കുമ്പോൾ മാത്രമാണ് ഇവർ അത്രയും ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നതും ഇവരെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ ഒരു വ്യക്തികൾ തന്നെ ആയിരിക്കാം നിങ്ങൾ. ഇവരുടെ ലൈഫിൽ മറ്റാരേക്കാൾ കൂടുതൽ നിങ്ങൾ തന്നെയായിരിക്കാം ഇവരെ ഏറ്റവും അധികം മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വിട്ടുപോകാനായിട്ട് ഇവർക്ക് സാധിക്കാത്തത്. അപ്പൊ ഒരു communication energy എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വിജയം വേണം, നിങ്ങൾക്കൊരു നീതി തരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു നീതി തരിക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഘടന ഇനി കൊണ്ടുവരണം. ഇതുവരെ ഇങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കുന്ന രീതിയിലാണ് ഈ ഒരു relationship നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു relationship എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കാതെ ഇതിനൊരു ഘടന കൊണ്ടുവരണം. ഒരു structure ഈ relationship ന് വേണം. structure എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു രീതിയിലും commitment ഒന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ വിവാഹം കഴിക്കാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ ഒരു ഫാമിലി ലൈഫിലേക്ക് ഈ റിലേഷൻഷിപ്പിനെ എത്തിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അല്ലാത്തവരുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം എങ്ങനെയായിരുന്നു നേരത്തെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതേ സന്തോഷത്തോടു കൂടി അതേ കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ ഇനിയും അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരണം. ആ ഒരു ആഗ്രഹം തന്നെയാണ് ഇവരിലുള്ളത്. ആ ഒരു നീതി നടപ്പിലാക്കാനായിട്ടുള്ള എല്ലാവിധ ആക്ഷൻസും ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവർ സ്വീകരിക്കാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഇവർ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ഒരു ആക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ ഒക്കെ എടുത്തിട്ട് മുന്നോട്ട് ഇവർ പോകാനായിട്ട് തീരുമാനിക്കുക എന്ന് പറയുമ്പോഴേക്കും ഇവർ അത്രത്തോളം ഒരു കോൺഫിഡന്റ് ലെവലിലേക്ക് ഇവർ എത്തിയിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഉണ്ടായിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഇവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇവർ നിങ്ങളെയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം കുറച്ച് നാളുകളോളം. പിന്നെ ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യാൻ മാറ്റി വെച്ചിരിക്കുന്ന എനർജി ആയിരിക്കാം. ചിലവരുടെ കേസിൽ നിങ്ങൾ തന്നെ ഇവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സിൽ ഏറ്റിരിക്കുന്ന ആ ഒരു മുറിവ് അത്രത്തോളം വലുതായതുകൊണ്ട് തന്നെ. അപ്പൊ ഈ ഒരു പേഴ്സൺ എന്തായാലും നിങ്ങളെ ഈ ഒരു സമയത്ത് കോൺടാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബ്ലോക്ക് ഒക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങൾ തിരിച്ച് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്ക് മാറ്റാവുന്നതാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ എനർജി വന്നതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ചിലവരുടെ കേസിൽ അവരായിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ ആ ഒരു സൈഡിലേക്ക് അതിനെ അങ്ങ് വിട്ടേക്കുക. അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു കോളോ മെസ്സേജോ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് തന്നെ കാണുന്നത്. കാരണം അത്രത്തോളം ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് ഇവർ എടുത്തിരിക്കുന്നത്. നിങ്ങളെ എല്ലാ രീതിക്കും പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങളുടെ ഒരു ഗാർഡിയൻ ആയിട്ട് മാറുക എന്നൊരു ചിന്ത തന്നെ ഇവരുടെ ഉള്ളിലുള്ളത്. ഇവർ നിങ്ങളെ ഒരു ഹോൾഡ് ചെയ്ത് പിടിക്കണം, ലൈഫ് ലോങ് നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലേക്ക് ഇപ്പൊ വന്നിരിക്കുകയാണ്. അത്രത്തോളം നിങ്ങളുമായിട്ടുള്ള ലൈഫ് നിങ്ങൾ ഒരു സമയത്ത് എത്രത്തോളമാണോ ഡ്രീം ചെയ്തത്, സ്വപ്നം കണ്ടിരുന്നത് എന്നുള്ളത് ഇപ്പൊ ഈ ഒരു വ്യക്തിയും നിങ്ങൾ അത്രത്തോളം സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഒരു അകൽച്ചയാണ് അവരെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു മാറ്റങ്ങൾ ഇവരുടെ തോട്ട്സ് ഒക്കെ മാറാനായിട്ട് ഒരു കാരണമായിട്ടിരിക്കുന്നത്. അപ്പൊ ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയ വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇവർ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത, സത്യസന്ധത അതെല്ലാം തന്നെ ഇവരിപ്പോ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ സ്പിരിച്വലി ഇവർ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ആ ഒരു കൂടുതൽ ക്ലാരിറ്റി ലഭിച്ചിരിക്കുന്നത്. നിങ്ങളാണ് അവരുടെ ഒരു ഡെസ്റ്റിനി എന്നുള്ള ഒരു ചിന്തയൊക്കെ ഇവരിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇവരുടെ ട്രൂ ഇന്റൻഷൻ ആയിട്ട് കാണിക്കുന്നത് നിങ്ങളെ നേടുക എന്നുള്ളത് തന്നെയാണ്. ചീറ്റിംഗ് എനർജിയിലാണ് ഇവർ പോയെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവർ ആഗ്രഹിക്കുന്ന ഇവരുടെ ഒരു യഥാർത്ഥമായ ഉദ്ദേശം നിങ്ങളെ ഒരിക്കലും വിട്ടുപോകാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ കമ്മിറ്റ്മെന്റ് തന്നുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം എന്നാണ്. ആ ഒരു സ്റ്റേജിലേക്ക് ഈ ഒരു പേഴ്സൺ ഇപ്പൊ എന്തായാലും എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് പോലും കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് ആദ്യമേ തന്നെ പെർഫെക്റ്റ് ടൈമിംഗ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങളിലൂടെ ഇത്രയും വേദനകളിലൂടെയൊക്കെ നിങ്ങൾ ഇപ്പോഴും കാത്തിരുന്ന് വന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷൻ, the situation will improve ആണ്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ആകാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അവസരം നിങ്ങൾക്ക് കടന്നു വരാൻ പോകുന്നു. പുതിയ അവസരം എന്ന് പറയുമ്പോൾ ഇവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു കോണ്ടാക്ട്, ഒരു മെസ്സേജ് എങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം. ചിലരുടെ കേസിൽ റീയൂണിയൻ എന്നുള്ള രീതിക്ക് തന്നെയാണെങ്കിൽ ചിലവരുടെ കേസിൽ ഇവരൊന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഇവരുടെ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പോലും ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പൊ നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറമുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെയും നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷന്റെയും ഒക്കെ നിങ്ങളുടെ സത്യസന്ധമായ, അതിനേക്കാൾ ഉപരി നിങ്ങളുടെ സത്യസന്ധമായ സ്നേഹത്തിനും കാത്തിരിപ്പിനും ഫലമായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു അവസരങ്ങളുടെ വാതിൽ തുറക്കപ്പെടുകയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാം ഇംപ്രൂവ് ആവുകയാണ്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി
പ്രധാനമായിട്ടും നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ട് ഏഞ്ചൽ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നതും കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആണ്. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസും അതുപോലെ പ്രശ്നങ്ങളും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധം ഇനി മുന്നോട്ടേക്ക് ഒരു പീസ്ഫുൾ ആയ റെസൊല്യൂഷനിലേക്ക് സമാധാനപരമായ ഒരു പരിഹാരം ഇതിനകത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായേ തീരുള്ളൂ. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് തന്നെ നമുക്കിവിടെ ക്ലിയർ ആണ്. അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന ആ ഒരു ടൈമിൽ നിങ്ങളും ഇവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുക. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങളെ പേടിയോ ഭയമോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ ചിലവർ ചിന്തിക്കുന്ന കാര്യം എങ്ങനെയെങ്കിലും ഇവരൊന്ന് വന്നാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഇനി ഞാൻ ഒന്നും അവരോട് ചോദിക്കില്ല, ഇനി ഞാൻ ഒന്നും അവരോട് പറയില്ല, എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. കാരണം അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് എന്താണോ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ അത് ഇവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് നിങ്ങളിത് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്കത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്കിടയിൽ നടക്കുന്ന ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനപരമായ ഒരു പരിഹാരം ലഭിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ളതാണ്. പിന്നെ ചിലവരുടെ കേസിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഗെറ്റ് മോർ ഇൻഫർമേഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അത് രണ്ട് രീതിയിലാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീയൂണിയൻ സംഭവിക്കാനായിട്ട് പോവുകയാണെന്നുള്ളൊരു ഇൻഫർമേഷൻസ്, ഒരു സിമ്പിൾസ്, ഒരു യൂണിവേഴ്സൽ സയൻസ് എല്ലാം ഈ ഒരു ടൈമിൽ നിങ്ങളിലേക്ക് പതുക്കെ പതുക്കെ അട്രാക്ട് ആവുന്ന നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും. ഇതുവരെ നിങ്ങൾ ഒരു ഭയങ്കര ഡെസ്പ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഇരുന്നത് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഒരു മനസ്സിനൊക്കെ ഒരു സമാധാനം, സന്തോഷം വരിക. നിങ്ങൾ പോലും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ചസ് എന്നുള്ളത് മനസ്സിലാക്കാതെ പോവുക. അതുപോലെ എപ്പോഴും പറയാനുള്ളത് പോലെ യൂണിവേഴ്സൽ സയൻസ് കാണുക, ഏഞ്ചൽ നമ്പേഴ്സ്, ബട്ടർഫ്ലൈസ്, ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കാണുക. അങ്ങനത്തെ കുറേ ഇൻഫർമേഷൻസ് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കാം. മറ്റൊരു രീതിക്ക് ഉള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയവരാണ്. അപ്പൊ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവർ ജെനുവിൻ ആണോ എന്നുള്ളത് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രം എങ്ങനെ ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ ഇൻഫർമേഷൻ ആയിട്ട് എത്തുന്നതാണ്. ഇവർ എത്രത്തോളം മാറി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മാറ്റം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നൊരു മെസ്സേജും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പേഴ്സണ് കുറച്ചധികം കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങളെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യിക്കുക. കാരണം അത്രയും ഒരു ചീറ്റിംഗ് ഒക്കെ ചെയ്തു പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളത് അത്ര ചെറിയൊരു കാര്യമല്ല. അപ്പൊ അത് ഏത് രീതിയിലാണ് നിങ്ങൾ കൺവിൻസ് ചെയ്യിക്കേണ്ടത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു റൊമാൻസ് കെമിസ്ട്രി ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു ടൈമിൽ ഇവരിവിടെ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് ആ ഒരു റൊമാൻസ് കെമിസ്ട്രി എല്ലാം തന്നെ കാണിക്കണം. അത് നിങ്ങളുടെ മാത്രമായിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ഈ ഒരു ടൈമിൽ ആ ഒരു പേഴ്സൺ അതൊക്കെ ചിന്തിക്കുന്നുണ്ട്. ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ ചെയ്യണം. ആ ഒരു പ്രണയത്തിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കണം ഇനി വരുമ്പോൾ എന്നവർ ഒരുപാട് ചിന്തിക്കുകയാണ്. അവർക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട്, ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ മാത്രമല്ല മെന്റലി ആണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. എല്ലാ രീതിക്കും ഒരു കോൾഡ് അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഒരു ഐസൊലേഷൻ പീരീഡിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു ഐസൊലേഷൻ പീരീഡിൽ ഇങ്ങനെ നിന്നാൽ പോരാ എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പെർഫെക്റ്റ് ടൈം, അവർ ഈ ഒരു ടൈം ഇത്രയും ടൈം നിങ്ങളുടെ ലൈഫിൽ പോയി. ആദ്യമേ തന്നെ റെസ്റ്റിംഗ് കാർഡ് ആണ് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുടെ ബന്ധം ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും ഇല്ലാതെ കുറച്ച് മാസങ്ങളായിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പൊ ഇനിയും ടൈം കളയാനില്ല. നിങ്ങളുടെ ജീവിതമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് സ്വയം പാഴാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ട് തന്നെയായിരിക്കാം ഈ ഒരു ടൈമിൽ ഇവർ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇവരുടെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളായിട്ടൊക്കെ ഇവർ ബ്ലോക്ക് ചെയ്തിട്ടോ നിങ്ങളായിട്ടൊക്കെ മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം ഓഫ് പീരീഡ് നിങ്ങൾ എടുത്തിട്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചവർ തന്നെയായിരിക്കാം. പക്ഷെ നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ചിലപ്പോൾ നിങ്ങൾ 2-3 ദിവസം ഒരാഴ്ചയൊക്കെ എടുത്തവരായിരിക്കും. പക്ഷെ അപ്പോഴേക്കും ഇവർ വേറെ ലെവലിലേക്ക് പോയിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. കാരണം ഇവർക്ക് മറ്റു പല സന്തോഷങ്ങളിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പൊ ഇപ്പൊ അവർക്ക് അതിലൊക്കെ ഭയങ്കര ഒരു ഗിൽറ്റി ഫീൽ ഉണ്ട്. അവർ ചെയ്തത് തെറ്റായി പോയി എന്നുള്ളൊരു ചിന്തയൊക്കെ അവരുടെ ഉള്ളിലുണ്ട്. സ്വന്തം ഉള്ളിലേക്ക് തന്നെ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും അവരിപ്പോ തിരിച്ചറിയുന്നുണ്ട്. അവരുടെ ഫീലിങ്സ് എല്ലാം തന്നെ ഒരുമാതിരി നെഗറ്റീവ് തോട്ട്സിലേക്കൊക്കെ പോയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ അവര് പെട്ടെന്ന് അതിനെ ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം ഇവർക്ക് ഒരു ജീവിതത്തിൽ ഒരു സ്ട്രക്ചർ ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരും നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി തന്നെ മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. സപ്പോർട്ടോടുകൂടി എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ സ്നേഹത്തിന്റെ സപ്പോർട്ട്, ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം ചിലപ്പോൾ നിങ്ങളെ പോലെ ഇവർക്ക് മറ്റൊരു സ്ഥലത്തു നിന്നും ലഭിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. നിങ്ങൾ അവരുടെ ഒരു കംഫർട്ട് സോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു കംഫർട്ട് സോൺ ഉള്ളത് കൊണ്ടിട്ടും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു നല്ല മെമ്മറീസ്, മൊമെന്റ്സ് എല്ലാം ഇവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് ഇവരിപ്പോൾ ഒരു റിന്യൂവലിന് വേണ്ടിയിട്ട്, അതായത് ഒരു ന്യൂ ലൈഫ്, ഒരു ന്യൂ സ്റ്റാർട്ടിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
നിങ്ങളുടെ ബന്ധത്തിൽ ഒരു അഴിച്ചുപണിയുടെ ആവശ്യമുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായത് കൊണ്ടിട്ടാണ് ബുദ്ധിപൂർവ്വമായിട്ട് ഇവർ ഓരോ കാര്യങ്ങൾ, ആ ഒരു ലവിന്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രി വെച്ചിട്ട് വർക്ക് ചെയ്യിക്കാനും, അതുപോലെ ഈ ഒരു ലവ് ഇനി നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കുമ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ടൊക്കെ നിങ്ങളിലേക്ക് വരാനും ഒക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡാണ് ഇപ്പൊ നിങ്ങളുടെ പേഴ്സണ് നിൽക്കുന്നത്. വൈകാരികപരമായിട്ട് ഒരു പുതിയ തുടക്കം, ഈ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ടൈമിംഗ് നിങ്ങളുടെ ലൈഫിൽ വന്നതുകൊണ്ട് തന്നെ വൈകാരികപരമായിട്ട് തന്നെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരാനായിട്ടും, അതോടുകൂടി ആ ഒരു പ്ലാന്റിംഗ് സീഡ്, അതായത് ഒരു വിത്ത് നട്ടിട്ട് അത് വളർന്നു വരുന്നത് എങ്ങനെയാണ്, അത്രത്തോളം വളവും കാര്യങ്ങളും കൊടുക്കുമ്പോഴാണ് ആ ഒരു വിത്തിന് അത്രയും ഒരു ഗുണം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി അങ്ങോട്ട് മുന്നോട്ടേക്ക് ഏറ്റവും നന്നായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു വളവും കാര്യങ്ങളും താൻ തന്നെയാണ് ഇതിൽ കൂടുതലായിട്ട് ഇടേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് ഇവർക്ക് ആ ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഡിസിഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ആക്ഷനിലൂടെ എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തിന്റെ ഗ്രോത്ത് തന്നെയാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിലൊരു അബണ്ടൻസ് കൊണ്ടുവരിക, ഒരു സെലിബ്രേഷൻ ഇതിനകത്ത് കൊണ്ടുവരിക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രൊമോഷൻ കൊണ്ടുവരിക എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏത് സ്റ്റേജിലാണോ ഇനി അങ്ങോട്ട് ഇതിനേക്കാൾ ഒരു പടി മുന്നോട്ടേക്ക് ആവണം. ആ ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇതിനകത്ത് ബിൽഡ് ചെയ്ത് ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഇതുവരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു സ്ലോ പീരീഡ് എല്ലാം മാറിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ട് തന്നെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയും, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അവർ എടുക്കാനിരിക്കുന്ന ഒരു ആക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഏസ് ഓഫ് കപ്സ് ആണ്. വൈകാരികപരമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ പുതിയ തുടക്കം ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തികൾ. യൂണിവേഴ്സിന്റെ എല്ലാവിധ സിംബൽസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് സ്റ്റാർസിനെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു പ്രാവിനെ കാണാനായിട്ട് സാധിക്കും, വൈറ്റ് കളർ. അപ്പൊ എല്ലാവിധ എനർജീസും അല്ലെങ്കിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ആ ഒരു പെർഫെക്റ്റ് ടൈമിങ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിയിരിക്കുന്നതിന്റെ സിമ്പൽ ആണ്. അപ്പൊ ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് എനർജിയാണ്. സന്തോഷവും സമൃദ്ധിയും എല്ലാം ഒരുപോലെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാവിധ റിസ്ക് എടുക്കാനും ഇവർ തയ്യാറാവുകയാണ്. കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സക്സസ് ആണ്. ഈ ഒരു ബന്ധത്തിന്റെ സക്സസ് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്ന ഇവരുടെ ഒരു ജെന്യുവിൻ ലക്ഷ്യമായിട്ട് തന്നെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കണക്ഷൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. അതുപോലെ ഈ ഒരു റീഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു ടൈമിൽ നോക്കാം. എസ് എന്നൊരു ലെറ്റർ ആണ് ആദ്യമേ തന്നെ വന്നത്. രേവതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ജി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. ഏരീസ് വന്നിട്ടുണ്ട്, സോഡിയാക് സൈൻ. 22 എന്നൊരു നമ്പർ. ഭരണി എന്നൊരു സ്റ്റാർ. ഏരീസ് എഗെയിൻ വന്നിട്ടുണ്ട്. അശ്വതി. പാലക്കാട്. നവംബർ എന്നൊരു മന്ത്. എം എന്നൊരു ലെറ്റർ. പി എന്നൊരു ലെറ്റർ. ടോറസ് എന്നൊരു സോഡിയാക് സൈൻ. മലപ്പുറം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് വന്നിട്ടുണ്ട്. കൊല്ലം ഡിസ്ട്രിക്റ്റ്. 30 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ഡിസംബർ. എസ് എന്നൊരു ലെറ്റർ അഗെയിൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പർക്ക് നിങ്ങൾ കൂടുതലായിട്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഉത്രം വന്നിട്ടുണ്ട്. മൂലം വന്നിട്ടുണ്ട്. ബി എന്നൊരു ലെറ്റർ. എ എന്നൊരു ലെറ്റർ. 30 ഡേയ്സ് വന്നിട്ടുണ്ട്. പൂരാടം എന്നൊരു സ്റ്റാർ. ലാസ്റ്റ് ആയിട്ട് എൻ എന്നൊരു ലെറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 4, 5 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്. 8 നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം കാണിക്കുന്നുണ്ട്. അതുപോലെ 4 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 6, 10 ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്ലൂസും സിറ്റുവേഷൻസും എനർജീസും എല്ലാം തന്നെ നിങ്ങൾക്ക് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്തിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.